എന്ത് കണ്ടാണ്? നിറവ് കണ്ടല്ല നീ ആരാധിക്കേണ്ടത്. നിന്റെ ശൂന്യതയിൽ നീ സ്തുതിക്കാൻ ശരിയാകണം. നിന്റെ സീറോയിൽ, നിന്റെ ചോർന്നുപോയ നന്മ കണ്ട് സന്തോഷിക്ക്. ആമേൻ. നിന്റെ പരാജയത്തിൽ നീ ദൈവത്തിൽ ആനന്ദിക്ക്. നിന്റെ ശൂന്യതയിൽ നീ ദൈവത്തിൽ ആനന്ദിക്ക്. നിന്റെ ദുഃഖത്തിൽ നീ ദൈവത്തിൽ ആനന്ദിക്ക്. ആമേൻ. നീ തലകുനിച്ചിരിക്കുന്ന അവസ്ഥയിൽ നീ ദൈവത്തിൽ ആനന്ദിക്ക്. ആമേൻ. ഹല്ലേലൂയ. എല്ലാം വെറുതെയായി പോയി എന്ന് നിന്റെ മനസ്സ് തേങ്ങുമ്പോൾ അവിടെ നീ സ്തുതിച്ചു തുടങ്ങ്. നിങ്ങളോടൊന്ന് സംസാരിപ്പാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ചില വേദഭാഗങ്ങൾ നമുക്ക് ധ്യാനത്തിനായി വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 3 മുതൽ താഴോട്ട് വായിക്കാം. യോഹന്നാൻ 21:3 മുതൽ. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, 5-ാം വാക്യം എല്ലാവരും ഒന്ന് ഉറക്കെ വായിക്കണം കേട്ടോ. 5-ാം വാക്യം. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പ ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. സ്തോത്രം. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. 5-ാം വാക്യം. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? കുഞ്ഞുങ്ങളെ. യേശുവിൻ്റെ ആ വിളി ആരെയായി വിളിക്കുന്നേ? സ്തോത്രം. യേശു വിളിക്കുന്നത്, കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത് തൻ്റെ അരിമ ശിഷ്യന്മാരെയാ. ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്. സ്തോത്രം. ചില വീടുകളിൽ അപ്പന്മാർക്ക് അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത മക്കൾ കാണുമെങ്കിലും മക്കളെ അപ്പനും അമ്മയും തലതെറിച്ചവനെ എന്ന് വിളിച്ചാലും പരസ്യമായി അപ്പനും അമ്മയും വിളിക്കും, മോനെ ഇങ്ങോട്ടൊന്ന് വരണേന്ന് പറയും. സ്തോത്രം. ആ ഒരു ഹൃദയത്തിൻ്റെ വിളിയല്ല ഇവിടെ നമ്മൾ കാണുന്നത്. 3.5 വർഷത്തെ ബന്ധം മീനിൻ്റെ വിഷയത്തിൽ ചിന്തിച്ച് മുറിച്ചിട്ട് പോയ ഒരു ശിഷ്യൻ വേണം. കർത്താവിനെ വിളിക്കുന്ന, ചിൽഡ്രൻ, ഡു യു ഹാവ് എനി ഫിഷ്? മോനെ, മീൻ പിടിക്കാൻ പോയല്ലോ, വല്ലതും പിടിച്ചോ? ഒന്നും പിടിച്ചില്ല. കർത്താവിൻ്റെ വിളി കേട്ടോ. മനുഷ്യരെന്ന നിലയിൽ 3.5 വർഷത്തെ കൂട്ടായ്മയിലും സഹകരണത്തിലും യേശുക്രിസ്തുവിലൂടെ അനുഭവിച്ച സകല നന്മകളും മറന്നിട്ട് പഴയ പണിയിലേക്ക് തിരിച്ചുപോയ ഒരു ഫുൾ ടീമിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവരെല്ലാവരും പുറത്തു നിന്നുള്ളവരല്ല, യേശുവിൻ്റെ ടീം വർക്കിൽ മാത്രം ഉണ്ടായിരുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു ഒരു കുറ്റവും അവരെക്കുറിച്ച് പറയുന്നില്ല, ഒരു കുറവും പറയുന്നില്ല. കർത്താവ് അവരെ വിളിക്കുന്ന കുഞ്ഞുങ്ങളെ എന്നാണ്. സ്തോത്രം. ഇത് അല്പം മിനിറ്റ് കഴിയുമ്പോൾ സൂം ഔട്ട് ആവും. നിങ്ങൾ അതിൽ തന്നെ തിരിച്ചു കയറണം. സ്തോത്രം.
ശീമോൻ മൊത്തത്തിൽ കുറ്റവാളിയാണ്, കുറവുകൾ ഉള്ളവനാണ്, തള്ളിപ്പറഞ്ഞവനാണ്, കൊടിയ പിന്മാറ്റക്കാരനാണ്. സ്തോത്രം. ഒരിക്കലെല്ലാം വിട്ടിറങ്ങിയവനാണ്. അതെല്ലാം ഇപ്പോൾ മറന്നുപോയവനാണ്. അവന്റെ പിന്മാറ്റം അവന് നന്നായിട്ടറിയാം. താൻ പിന്മാറുക മാത്രമല്ല, ബാക്കിയുള്ളവരെയും കൂടെ പിന്മാറ്റത്തിലേക്ക് നയിച്ചു എന്നുള്ളത് അതിന്റെ മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശു അവരെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്നാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ എന്നാണ്. അപ്പൊ ആ വിളിക്കകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവില്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പലതിൻ്റെയും കാര്യഗൗരവം അറിയത്തില്ല. അതുകൊണ്ട് കർത്താവ് അങ്ങനെ വിളിക്കുന്നത്. 3.5 വർഷം കൂടെ നടന്നു എന്നുള്ളത് സത്യമാണെങ്കിലും തനിയെ ഒന്നും നേരിട്ടിട്ടില്ല, ഒന്നും ഫേസ് ചെയ്തിട്ടില്ല അവർ. സ്തോത്രം. മാത്രമല്ല, കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ മറുവശമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് തനിയെ നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം പറഞ്ഞില്ല നിങ്ങൾ? സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ തിരിഞ്ഞ് നിങ്ങൾ ശിശുക്കളെ പോലെ ആകണമെന്ന്. കുഞ്ഞുങ്ങളുടെ 4ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നുള്ളത് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അറിയത്തുള്ളൂ. നാളെയുള്ള കാര്യം പിള്ളേർക്ക് അറിയത്തില്ല. അപ്പോൾ ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവില്ല. 2, 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നെങ്കിലും ഒന്നും തനിയെ അവർ നേരിട്ടിട്ടില്ല. 3ാമത്, കുഞ്ഞുങ്ങൾക്ക് തനിയെ നിലനിൽപ്പാൻ കഴിയില്ല. സ്തോത്രം. 4ാമത്, ഇന്നുള്ളത് മാത്രമേ കുഞ്ഞുങ്ങൾ അറിയുന്നു. അപ്പൊ സകലവും അറിയുന്നവന്റെ മുമ്പിൽ നാളെയുടെ ദിനങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത നമ്മൾ അവന്റെ സന്നിധിയിൽ കുഞ്ഞുങ്ങളാണ് എന്ന് തുറന്ന് നമുക്ക് സമ്മതിക്കണ്ടേ? കർത്താവേ, ഇന്നലകളിലെ അറിഞ്ഞു, ഇന്നത്തെ അറിഞ്ഞു, നാളത്തെ ഒന്നും എനിക്ക് അറിയത്തില്ല കർത്താവേ. സ്തോത്രം. അതുകൊണ്ട് ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പത്രോസിൻ്റെ ലൈഫ് ഹിസ്റ്ററി അല്പം നമുക്ക് എടുത്തൊന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഒരുപാട് ദൂതുകൾ നമുക്ക് ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അറിഞ്ഞതിൽ മാത്രം നമ്മൾ അറിവുള്ളവരാണ്, അറിയാത്തതിൽ നാം കുഞ്ഞുങ്ങളാണ്. അപ്പോൾ സകലവും അറിയുന്നവൻ്റെ മുന്നിൽ ഞാനൊരു ശിശുവാണെന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തുറന്ന് സമ്മതിപ്പാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പത്രോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പല മേഖലകളിൽ നിന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും സർമണുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകും. ശീമോനെ ദൈവം 2 പ്രാവശ്യം അത്ഭുതങ്ങളിലൂടെ സന്ദർശിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. താൻ ഗലീല നാട്ടുകാരനാണ്. ഗലീലക്കാരെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് റോമൻ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഫ്രീഡം ഫൈറ്റേഴ്സിൽ പെടുന്നവരാണ് ഗലീലക്കാർ. അപ്പൊ ഇച്ചിരി നല്ല വാശിക്കാരാണ്, യുദ്ധതൽപരരാണ്, സമരക്കൊതിയന്മാരാണ്, ഫ്രീഡം ഇഷ്ടപ്പെടുന്നവരാണ്. ആരുടെ മുമ്പിൽ അങ്ങനെ മുട്ടുകുത്തുന്നവരല്ലെന്നർത്ഥം. എന്നാൽ ആ കാലഘട്ടത്തിലാണ് യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ രംഗപ്രവേശനം. ഗലീല, ശമരിയ, യഹൂദിയ ദേശം, യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരെയും യോഹന്നാന്റെ സർമൺ അതിശക്തമായി സ്വാധീനിക്കുന്ന സമയമാണ്. ആ കാലഘട്ടത്തിൽ അനേകർ യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ പോയ കൂട്ടത്തിൽ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസും പല പ്രാവശ്യം പോയി യോഗത്തിൽ സംബന്ധിച്ചു. ആ ശുശ്രൂഷയിൽ അന്ത്രയോസ് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായി മാറി. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായി മാറി അന്ത്രയോസ് വീട്ടിൽ വന്ന് ശിമോനോട് പറയുകയാണ്. അതൊന്നും പത്രോസിനെ ബാധിക്കുന്നില്ല. എന്നാൽ ഒരു ദിവസം യേശു കടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അത്രേ പറഞ്ഞുള്ളൂ.
പിറ്റേ ദിവസം താൻ പ്രസംഗിക്കുമ്പോൾ യേശു അതുവഴി കടന്നു പോകുന്നത് കണ്ടിട്ട് വലിയ പുരുഷാരം അവിടെ ഉണ്ട്. പക്ഷേ യോഹന്നാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ചില വാക്കുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് അന്ത്രയാസിന്റെ ഹൃദയത്തിനകത്ത് യോഹന്നാൻ സാക്ഷീകരിക്കുന്നവനാണ് സാക്ഷാൽ ദൈവപുത്രൻ എന്ന് മനസ്സിലായിട്ട് യോഹന്നാനെ വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ പോയി. യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ എത്ര മഹത്വമുള്ളതാണ്. യോഹന്നാൻ ഒരിക്കലും ജനങ്ങളെ തന്നോടൊപ്പം നിർത്താനല്ല ഉത്സാഹിപ്പിച്ചത്. താൻ വഴിയൊരുക്കാൻ വന്നവൻ ആരാണോ അവനിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്തത്. സ്തോത്രം. He was a true guide. ആളുകളെ യേശുവിലേക്ക് നയിപ്പാനുള്ള ഗൈഡായിരുന്നു അദ്ദേഹം. സഹോദരങ്ങളെ, നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനാണ്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞ് ജനങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നെങ്കിൽ ആ ചൂണ്ടുപലകയെ പോലെ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയണം. ആ ഒരു മഹത്തായ ശുശ്രൂഷയ്ക്കായിട്ട് അത്രയും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. സ്തോത്രം. യേശുവിനോട് ഒരുമിച്ചുള്ള അന്ത്രയാസിന്റെ ചെലവിട്ട സമയങ്ങൾ അതിഭയങ്കരമായ നിലയിൽ അന്ത്രയാസിനെ സ്വാധീനിച്ചു. തന്റെ ഹൃദയത്തിനകത്ത് അതിഭയങ്കരമായ ഒരു ഹേമമുണ്ടായി. മറ്റൊന്നുമല്ല, എൻ്റെ വീട്ടുകാർ ഈ യേശുവിനെ അനുഗമിക്കണം, എൻ്റെ സഹോദരങ്ങൾ യേശുവിനെ അറിയണം, എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും, എൻ്റെ സ്നേഹിതരെല്ലാവരും യേശുവിലേക്ക് വരണം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പ്രേരക ശക്തി, അവനെ അനുഗമിക്കുവാൻ നമുക്ക് കിട്ടുന്ന ഉള്ളിൻ്റെ ഹേമത്തെ കൂടാതെ റിമന ശഗതനഗസി ഹല്ലേലൂയ, മറ്റുള്ളവരെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ ഭാരം യേശുവിനെ അനുഗമിക്കുന്നവന്റെ ഉള്ളിൽ ആദ്യം കിട്ടുന്ന ആത്മഭാരമാണ്. നിങ്ങൾ അതിനെ ഏത് നിലയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല, എന്നാൽ അതാ അതിന്റെ യാഥാർത്ഥ്യം. തന്റെ ഹൃദയത്തിൽ കിട്ടിയ ഹേമം അനുസരിച്ച് താൻ ശീമോന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാഷ എന്ന് പറയുകയാണേ, അവര് മൂത്തവരാണോ ഇളയവരാണോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ എന്തായാലും പറഞ്ഞു കാണും, ഞാന് മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. അത് നസ്രയത്തിലെ യോസഫിന്റെ മകനായ യേശുവാണ്, അവനാണ് ക്രിസ്തു. എന്തായാലും അന്ത്രയാസ് ബലാത്കാരം ചെയ്ത് കാണും. അങ്ങനൊന്നും ചുമ്മാ ചാടി പുറപ്പെടുന്ന കക്ഷിയൊന്നുമല്ല ശീമോൻ. വിളിച്ചുകൊണ്ട് യേശുവിന്റെ അരികിൽ വന്നു. സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി ഒരാളെ നേടുവാൻ നീ സമയം മാറ്റിവെച്ചെങ്കിൽ എൻ്റെ ദൈവം അതറിയുന്നു. ഒരാത്മാവിനെ നേടുവാൻ നീ അല്പസമയം ഉപവസിച്ചെങ്കിൽ അതെന്റെ ദൈവം അറിയുന്നു. ഒരാളെ നിന്റെ വണ്ടിയിൽ പിക്ക് ചെയ്ത് ഒരു യോഗസ്ഥലത്ത് കൊണ്ടുപോയെങ്കിൽ എൻ്റെ ദൈവം അതറിയുന്നു. ഒരു വാട്സപ്പ് മെസ്സേജ് ഒരു ലിങ്കായിട്ട് വചനം കേൾക്കാൻ ഇട്ടുകൊടുത്തെങ്കിൽ അതെന്റെ ദൈവം അറിയുന്നു. ആമേൻ. ഒരു പെനിയെങ്കിലും ഒരു ലഘുലേഖയ്ക്ക് വേണ്ടി ഒരിക്കലെങ്കിൽ നീ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ദൈവം അറിയുന്നു. ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോയി അല്പനേരം യേശുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് നീ 100 രൂപ മുടക്കിയെങ്കിൽ എൻ്റെ ദൈവം അത് അറിയുന്നു. ഓ റബനശഗതനഗടഗസി ഹല്ലേലൂയ. ഒരു ചായ മേടിച്ചു കൊടുത്തിട്ട് യേശുവിന്റെ സ്നേഹം പങ്കുവെക്കുവാൻ ഒരു വിജനസ്ഥലം നീ കണ്ടെത്തിയെങ്കിൽ അതിനെ ദൈവം അറിയുന്നു. ഒരു പാർക്കിലാകാം, ഒരു ഹൗസ് പാർട്ടിയിലാകാം, ഒരു സമുദ്ര തീരത്താകാം, എവിടെയും ആയിക്കൊള്ളട്ടെ, ഒരു വൃക്ഷച്ചുവട്ടിലാകാം, അല്ലെ നിന്റെ തിരക്കിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോളിലൂടെ യേശുവിന്റെ സന്ദേശം പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവ് ഹേമിച്ച സമയം നിന്റെ വിലപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെച്ച് എന്റെ കർത്താവിന് വേണ്ടി ആ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം തമ്പുരാനെ അത് ഒരിക്കലും മറവല്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ എന്റെ ദൈവം അത് തക്ക സമയത്ത് നാം പ്രതിഫലം പ്രാപിക്കും. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങളുടെ കൈകൾ കുഴഞ്ഞു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടാകും. നിങ്ങളുടെ കൈകൾ കുഴഞ്ഞു പോകരുത്. അമേ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടാകും. ഓ ഹല്ലേലൂയ. ആമേ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ.
സഹോദരങ്ങളെ, അന്ത്രയാസിന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ കത്തിയ നിയോഗം, ഞാൻ അറിഞ്ഞ യേശുവിനെ ഞാൻ അറിയുന്നവരൊക്കെയും അറിയണം, ഞാൻ കണ്ട യേശുവിനെ ഞാൻ കാണുന്നവരൊക്കെയും കാണണം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ആവർത്തിക്കുന്നു, അന്ത്രയാസിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം വേറെ ഒന്നുമല്ല. സ്തോത്രം. ഞാൻ കണ്ട യേശുവിനെ മറ്റുള്ളവർ കാണണം, ഞാൻ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർ അറിയണം. എത്ര പേർക്ക് എന്നോട് ചേർന്നൊരു ആമീൻ പറയാൻ പറ്റും? സ്തോത്രം. ആ ഉള്ളിന്റെ ഉള്ളിലെ തീരുമാനം, ആ പ്രതിഷ്ഠയാണ് പങ്കുവയ്ക്കലിനിടയാക്കിയത്. പിടിച്ച് വീട്ടിൽ നിന്ന് തന്റെ സ്വന്തം കുടുംബത്തിലുള്ളവർ യേശുവിലേക്ക് വരണം. വീടിന്റെ ഒരു നേതാവായി നിൽക്കുന്നത് ശീമോനാണ്. അവനെ പിടിച്ചാൽ വീട്ടിലുള്ളവരൊക്കെ വരുമെന്ന് അന്ത്രയാസിന് അറിയാം. സഹോദരങ്ങളെ, യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. കർത്താവ് അവനെ കണ്ടു. ശീമോന് കർത്താവ് പത്രോസ് എന്ന് പേരിട്ടു. കേഫാവെന്ന് മറ്റൊരു പേരുമുണ്ട്, കേഫ. കർത്താവിന്റെ അരികിൽ നീ ഒരാളെ കൊണ്ടുവന്നാൽ ദൈവിക ഇടപെടിയിൽ അവിടെ നടക്കുമെന്ന് ഓർത്തോണം കേട്ടോ. ആമീൻ പറയാമോ? അമ്മേ, ഒരാളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഹേമം ലഭിച്ചെങ്കിൽ ആ വ്യക്തിയെ ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിൽ തരും. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന, ദൃഷ്ടി വെച്ച് ജാഗരിച്ചു കൊണ്ടിരിക്കുന്നത്, രാവും പകലും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇടവിടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയം, ദൈവത്തിന്റെ പാദപീഠത്തിൽ വെച്ച് ഞരങ്ങുന്ന വിഷയം, യഹോവയുടെ സന്നദ്ധിയിൽ വെച്ചിരിക്കുന്ന വിഷയം, ദൈവം എനിക്ക് എന്ത് ചെയ്യും അറിയുവോളം നീ കാത്തിരിക്കുന്ന വിഷയം, പരിശുദ്ധാത്മാവിന് മറവല്ല. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഹല്ലേലൂയ. അത്യുന്നതന്റെ പാദപീഠത്തിൽ അജരഘടകമനഗസി അന്തരാധുമാരഘടക ശകനമനഗസി കൊണ്ടുവന്നിരിക്കുന്ന വിഷയം ദൈവം തമ്പുരാൻ അത് ഏറ്റെടുക്കുകയാണ്. ദൈവസന്നിധിയിൽ കൊണ്ടുപോയി താൻ അറ്റൻഡൻസ് ഇട്ട് എന്ന് വേണേ പറയാം. ദൈവസന്നിധിയിൽ കൊണ്ടുപോയി താൻ അറ്റൻഡൻസ് ഇട്ടു. എന്താ സംഭവിച്ചത്? കർത്താവ് അവനെ കണ്ട ഉടനെ ശീമോനെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇതിന്റെ പേര് ഇനി പത്രോസ് എന്നാകും. ദൈവം അവനൊരു പുതിയ നെയിം കൊടുത്തു, പുതിയൊരു നെയിം കൊടുത്തു. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒരാളെ കൊണ്ടെത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ആ വ്യക്തിയെ ഇടപെടുന്നതെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയില്ല. ഓരോരുത്തരിലും വ്യത്യസ്തമായ ഇടപെടലുകൾ നടക്കും, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ദൈവസന്നിധിയിൽ അന്ത്രയോസേ, നീ നിന്റെ സഹോദരനെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ അവന്റെ ജീവ അവസാനം വരെ എൻ്റെ ദൈവത്തിന്റെ കണ്ണുകൾ അവനെ പിന്തുടരും എന്നുള്ളതൊരു മാർമിക സത്യം തന്നെയാണ്. ഒരിക്കൽ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിച്ച വിഷയം, ഉപവസിച്ച വിഷയം, ആഗ്രഹിച്ച് നിയോഗം കിട്ടി ജാഗരിച്ച വിഷയം കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ദൈവസന്നിധിയിൽ നിന്ന് അത് പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. മന്ത്രവാദികൾക്ക് കഴിയത്തില്ല, ആഭിചാരകന്മാർക്ക് കഴിയത്തില്ല, പ്രശ്നക്കാർക്ക് കഴിയത്തില്ല, ജ്യോത്സ്യന്മാർക്ക് കഴിയത്തില്ല, വിച്ച് ക്രാഫ്റ്റിന് കഴിയത്തില്ല. കാരണം മന്ത്രവാദികളുടെ മന്ത്രവാദ വടിയെ വിഴുങ്ങിയ ഒരു അധികാരത്തിന്റെ വടി മോശയുടെ കയ്യിൽ കൊടുത്ത ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അതിനെ വിഴുങ്ങുവാൻ അധികാരമുള്ളതാണ്, അതിനെ ജയിക്കുവാൻ അധികാരമുള്ളതാണ്. ഏത് പോക്കുവരവുകൾ ഉണ്ടായാലും, ഏത് ദുർഭൂത വ്യാപാരങ്ങൾ ഉണ്ടായാലും, ഏത് പൈശാചിക മണ്ഡലങ്ങൾ ഉണ്ടായാലും, ഏത് ഇരുട്ടിന്റെ അധികാരങ്ങൾ ഉണ്ടായാലും, പാമ്പുകളെ, തേളുകളെ,
ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടിക്കളയുവാൻ അധികാരം നൽകിയവന്റെ പാദപീഠത്തിൽ നീ വിഷയം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മഹത്വം നീ കാണും. Praise God. Hallelujah. കർത്താവ് പേര് മാറ്റി അവർ വീട്ടിലേക്ക് വന്നു. പക്ഷേ ശീമോന്റെ ജീവിതത്തിൽ അന്ത്രയോസ് കാണത്തക്കവണ്ണം പ്രത്യക്ഷമായി ഒരു മാറ്റങ്ങളും സംഭവിച്ചില്ല. രണ്ടാമത് തൻ്റെ നാട്ടിൽ യേശു ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ അവിടുത്തെ പള്ളിയിൽ യോഗം കഴിഞ്ഞപ്പോൾ യേശുവിന് അറിവ് കിട്ടി ശീമോന്റെ അമ്മായിയമ്മ സുഖമില്ലാതെ കിടക്കുക. കർത്താവ് അവിടെ ചെന്ന് സൗഖ്യമാക്കി. ഒരു ദൈവിക രോഗശാന്തി ആ വീട്ടിൽ വെളിപ്പെട്ടു. പക്ഷേ ശീമോൻ യേശുവിനെ അനുഗമിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ ഒന്ന് പേര് മാറ്റിയിട്ടു, മാറ്റം ഉണ്ടായില്ല, ജീവിതത്തിന് മാറ്റം ഉണ്ടായില്ല. രണ്ട്, അമ്മായിയമ്മയ്ക്ക് സൗഖ്യം ഉണ്ടായി. സ്തോത്രം. പക്ഷേ ജീവിതത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. സ്തോത്രം. ജെറുസലേം നാട് കാണാൻ പോയ ഒരാളോട് ഗൈഡ് ഇങ്ങനെ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അദ്ദേഹം ഒരു തമാശ രൂപേണ അവരോടൊരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് ശീമോൻ യേശുവിനെ തള്ളിപ്പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ അമ്മായിയമ്മയോട് അത്ര ഇഷ്ടമല്ലായിരുന്നു തനിക്ക്. അവർ രോഗിയായി കിടന്നപ്പോൾ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ച ശീമോൻ ഇരുന്നത്. പെട്ടെന്ന് ഈശോ വന്ന് പുള്ളിക്കാരിയെ സൗഖ്യമാക്കിയത് ശീമോന് പിടിച്ചില്ലെന്നാണ് തമാശ രൂപേണ ആ ഗൈഡ് പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ കുടുംബസ്ഥനായ ശീമോന്റെ വീട്ടിൽ അമ്മായിമേൽ ദൈവിക രോഗശാന്തി വെളിപ്പെട്ടു. പക്ഷേ അനുഗമനം നടന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവെ പേര് മാറ്റി, ഇപ്പം മാറ്റങ്ങൾ സംഭവിക്കും. സംഭവിച്ചില്ല സഹോദരങ്ങളെ. വീട്ടിലൊരു വിടുതലിന്റെ ശുശ്രൂഷ നടന്നു. അതെ, ഇനി മുതൽ ശീമോൻ യേശുവിനെ പിന്തുടരുമെന്ന് അന്ത്രയോസ് വിചാരിച്ചു. നടന്നില്ല സഹോദരങ്ങളെ. മത്തായി 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ്, സ്തോത്രം, വല വീശുന്ന രണ്ടുപേരെ കണ്ടിട്ട് അവരോട് പറഞ്ഞു, സ്തോത്രം, എൻ്റെ പിന്നാലെ വരുവീൻ. അതിൻ്റെ 3-ാം അധ്യായമല്ല, 4-ാമത്തെ അധ്യായത്തിൽ കാണുമ്പോൾ അവിടെ 3:19 എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വലയിട്ടേച്ച് അവരെ അനുഗമിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ശീമോന് കോളിംഗ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഫോളോ മീ. ദൈവത്തിന്റെ സ്തോത്രം. 4:19. അതെ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ അനുഗമിക്കലുകൾക്ക് കോളിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു പൂർണ്ണമായ അനുഗമിക്കൽ നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആഫ്റ്റർ ഓഫ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? കുറച്ച് പോകും, പിന്നെ പോകത്തില്ല, പിന്നെയും പഴയ രീതിയിലേക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആഗ്രഹിച്ച അളവിലൊരു അനുഗമിക്കൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. സഹോദരങ്ങളെ, ഈ മെസ്സേജ് നിങ്ങൾ പ്രത്യേകിച്ച് ദൈവവചനം പഠിക്കുന്ന വേദവിദ്യാർത്ഥികളായ നിങ്ങൾ ഇത് ഒത്തിരി ആഴങ്ങളിൽ ഗ്രഹിക്കേണ്ട മർമ്മങ്ങൾ കൂടെയാണ് എന്ന് ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളെ കർത്താവിൽ ഓർപ്പിച്ച് ഞാൻ ഉണർത്തുകയാണ്. സ്തോത്രം. പക്ഷേ ഇനിയാണ് നമ്മൾ പ്രധാന മെസ്സേജിലേക്ക് കടന്നു വരുന്നത്. ശീമോന്റെ ജീവിതത്തിൽ ഏതൊക്കെ മത്സ്യങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ഉണ്ടെന്ന് വ്യക്തമായി പാരമ്പര്യമായിട്ടറിയാം. അതിനനുസരിച്ച കടവുകളും അതിനുള്ള അടവുകളും ഒക്കെ ശീമോൻ അറിയാം. പക്ഷേ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ട്രാജഡിയുടെ നൈറ്റ് ഒരിക്കലും ശീമോൻ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ ലൂക്കോസ് 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഗന്നസരേത്ത് തടാകത്തിന്റെ അരികിൽ വന്നു. ഗന്നസരേത്തിന്റെ വേറൊരു പേരാണ് കിന്നരോത്ത്. അത് യോശുവയുടെ പുസ്തകത്തിലുണ്ട്. ഗന്നസരേത്തിന്റെ മറ്റൊരു പേരാണ് തിബരിയാസ്. ഗന്നസരേത്തിന്റെ മറ്റൊരു പേരാണ് ഗലീല കടൽ.
ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ താനെ രാത്രി മുഴുവൻ വല വീശി, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഒരു പരാജയത്തിന്റെ രാത്രി കഴിഞ്ഞ് മനസ്സിടിഞ്ഞ് തളർന്ന് ഒത്തിരി ചോദ്യങ്ങൾ മനസ്സിൽ നിറച്ചാണ് താനെ കരയിലേക്ക് വരുന്നത്. സാധാരണ വലവീശി തിരിച്ചു വരുമ്പോൾ വലിയ ആൾക്കൂട്ടമൊന്നും കാണത്തില്ല, കയറ് വലിക്കാൻ കുറച്ച് പേര് തീരത്ത് കാണും. പക്ഷേ അന്ന് അപ്രതീക്ഷിതമായ ഒരു വലിയ പുരുഷാരം തീരത്ത് നിൽപ്പുണ്ട്. യേശു നിൽപ്പുണ്ട്. ഈ ഒഴിഞ്ഞ വലയും ഒഴിഞ്ഞ പടകുമായി കയറി വരുമ്പോൾ പരസ്യമായ ഒരു പരാജയം ശീമോന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടാണ് താൻ കയറുന്നതെന്ന് ഓർക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളും ഞാനും ഒരു പരാജിതനാണ് എന്ന് പരസ്യമായി കേൾക്കേണ്ടി വന്നാൽ, കാണേണ്ടി വന്നാൽ മനസ്സിന് എത്രമാത്രം അസ്വസ്ഥത നിറഞ്ഞ ഒരു സന്ദർഭമായിരിക്കും അത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എത്ര മനസ്സിന്റെ മുറിവ് നിറഞ്ഞ ഒരു സമയമാണ് അതെന്നൊന്ന് ചിന്തിച്ചു നോക്കി. എത്ര വേദനാജനകമായ ഒരു ടൈമാണ് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. തന്റെ പരാജയത്തിന്റെ രാത്രി കഴിഞ്ഞ് നിരാശയോടെ തീരത്ത് വരുമ്പോൾ എൻ്റെ കർത്താവ് ഒരു വിജയത്തിന്റെ പ്രഭാതം അവന് നൽകേണ്ടതിന് വേണ്ടി ആ തീരത്ത് വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, നന്ദിയോടെ സ്തോത്രം ചെയ്യണം കേട്ടോ. നിന്റെ പരാജയത്തിന്റെ രാത്രി എന്ന് പിശാച് നിന്റെ കാതുകളിൽ മന്ത്രിക്കുമ്പോൾ, എല്ലാ നഷ്ടങ്ങൾ എന്ന് മന്ത്രിക്കുമ്പോൾ, എല്ലാ അധ്വാനവും സീറോ എന്ന് കാണുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, വഴി അറിയാതെ എല്ലാം അലഞ്ഞുലഞ്ഞ് മനസ്സ് തളർന്ന് നെടുവീർപ്പോടുകൂടി തലകുനിച്ച് തീരത്ത് വരുമ്പോൾ പരാജയത്തിന്റെ രാത്രിയെ കണ്ട കർത്താവ് ഒരു വിജയത്തിന്റെ പ്രഭാതം തരുവാൻ നിന്നെ കാത്താണ് യേശു ആ തീരത്തേക്ക് വന്നത്. ആചാരമാന ശകരഘടകസി അൽക്കച്ചനാദികലഗതിനി അമ്പൽ പ്രബലഘടകതിനി ഉടകൽ കടാലഗതിനി ഹത്തരേ ജിമാനകസിയാന. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവനോട് പറയുന്നത് ഇതാണ്, സ്തോത്രം. പല പടകുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ശീമോന്റെ ഉള്ള പടകിൽ യേശു കയറിയിട്ട് പറയുകയാണ്, നീ അല്പം, 3-ാം വാക്യത്തിൽ യേശു പറയുന്നു, ലൂക്കോസ് 5:3, ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ കയറി. മോനെ സ്തോത്രം, ഇങ്ങോട്ട് ഈ കരയിലോട്ട് കയറ്റാൻ വരട്ടെ. നീ നിന്റെ പ്ലാൻ അനുസരിച്ച് നീ പരിപാടി നിർത്തി പോകാൻ വരുമല്ലയോ? വെയിറ്റ്, വെയിറ്റ്, വെയിറ്റ്. ഹല്ലേലൂയ. എനിക്ക് നിന്റെ ഫെയിലിയറായ പടകിൽ ഇച്ചിരി സമയം ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പരാജിതനായ നിന്റെ കൂടെ ഇച്ചിരി സമയം ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തലകുനിച്ചു വന്ന നിന്റെ കൂടെ അല്പസമയം എനിക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, മുഷിഞ്ഞ് തളർന്ന് അവശനായ നിന്റെ കൂടെ അല്പസമയം ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ തീരത്ത് നിന്ന് ക്രിസ്തു പരാജിതനായ ശിമയോൻ വരുന്നത് കണ്ടിട്ട് തീരത്ത് നിന്ന് പരാജയപ്പെട്ടവന്റെ പടകിലേക്ക് യേശു കയറുകയാണ്. ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാണ്. നീ മനുഷ്യന്റെ മുമ്പിൽ ഒരു പരാജയപ്പെട്ടവളെ പോലെ ആയിരിക്കാം, പരാജയപ്പെട്ടവനെ പോലെ ആയിരിക്കാം. പക്ഷേ ലോകം പരാജിത എന്ന് പറയുന്നവന്റെ അരികിൽ ഒരിക്കൽ നീ അവനെ കണ്ടുമുട്ടിയെങ്കിൽ, ഒരിക്കൽ പേര് മാറ്റിയിട്ടെങ്കിൽ, ദൈവിക രോഗശാന്തി നിന്റെ വീട്ടിൽ നടന്നെങ്കിൽ, ഓ റബാന ശകരഘടകസി, അനുഗമിക്ക എന്ന് ദൈവശബ്ദം നീ കേട്ടെങ്കിൽ, ഇപ്പോഴുള്ള നിന്റെ ഫെയിലിയറിനെ ആമേൻ ഹല്ലേലൂയ സക്സസ് ആക്കി മാറ്റുവാൻ, പരാജയത്തിന്റെ രാത്രിയെ വിജയത്തിന്റെ പ്രഭാതമാക്കി മാറ്റുവാൻ എന്റെ ദൈവം, നീ വിളിക്കാതെ, നീ അറിയാതെ തലകുനിച്ച് തീരത്ത് വന്ന നിന്റെ കൂടെ ഇരിപ്പാ അവനിതാ വന്നിരിക്കുകയാണ്. എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? നീ പരസ്യമായി പരാജയപ്പെട്ടവൻ
പരാജയപ്പെട്ടവനായിരിക്കാം, നീ പരസ്യമായി പരാജയപ്പെട്ടവളായിരിക്കാം. ഓ, മനുഷ്യരുടെ മുമ്പിൽ തലകുലിച്ച് നടക്കുന്നവളായിരിക്കാം, തല കുനിഞ്ഞ് നടക്കുന്നവനായിരിക്കാം. പക്ഷേ അവര് ആരും അറിയാതെ, ആമേൻ, നിന്റെ പരാജയം കണ്ട് ആഘോഷിക്കുന്നവരുടെ ഇടയിൽ നീ അറിയാതെ വിജയം തരുന്ന ഒരു ദൈവം, ആമേൻ, നിന്റെ മുറിവറിയുന്ന ഒരു ദൈവം, നിന്റെ വേദന അറിയുന്ന ദൈവം, നിന്റെ ദുഃഖം അറിയുന്ന ദൈവം, നിന്റെ പരിശ്രമങ്ങളുടെ എല്ലാം പരാജയപ്പെട്ടത് അറിയുന്ന ഒരു ദൈവം. ഓ, നിന്റെ കൂടെ തന്നെ ഇരിപ്പാൻ. സക്സസ് ആയവരുടെ കൂടെയല്ല യേശു പോയിരുന്നത്, ഫെയിലിയർ ആയവന്റെ കൂടെയാ പോയിരുന്നത്. കുഞ്ഞെ, നീ ഫെയിലിയർ ആണോ? He is with you right now. നീ പരാജയപ്പെട്ടവളാണോ? പ്രാർത്ഥിച്ചു പരാജയപ്പെട്ടോ? ഉപവസിച്ച് പരാജയപ്പെട്ടോ? അധ്വാനിച്ച് പരാജയപ്പെട്ടോ? നോ റിസൾട്ട്, എല്ലാം ഫെയിലിയർ, എല്ലാം സക്സസ് ഇല്ലായ്മ എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ഡോണ്ട് വറി. നീ കടലിൽ നിന്ന് നിരാശയോടെ തിരിച്ചു വരുന്നത് കണ്ട ഞാൻ, നിനക്ക് വേണ്ടിയാണ് ഞാൻ തീരത്ത് വന്നത്. യേശു ആ പടകിൽ ഇരിക്കുകയാണ്. കുഞ്ഞെ, എന്തിനാ നീ പരാജയപ്പെട്ടത്? നിന്റെ വലയിൽ ഒന്നും കയറാതെ ഇരുന്നത് എന്താ? അതിന്റെ പിറകിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. നിന്റെ വല നീ അധ്വാനിച്ചിട്ട് എംപ്റ്റി ആയെങ്കിൽ അതിന്റെ പിറകിൽ there is a reason behind your all emptiness. There is a wonderful plan and purpose behind you in every tragedy of your life. സ്തോത്രം. ഓ, എല്ലാ തോൽവികളുടെയും പിറകിൽ, എല്ലാ പരാജയങ്ങളുടെയും പിറകിൽ ദൈവത്തിന് മഹത്തായ അതിശ്രേഷ്ഠമായ ഒരു പ്ലാൻ ഉണ്ട് എന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഓ, ഹല്ലേലൂയ. ഇയേഴ്സ് ഓഫ് ഇയേഴ്സ് ആയി എക്സ്പീരിയൻസ് ഉള്ളവന്റെ എക്സ്പീരിയൻസ് ഫെയിലിയർ ആയി. കടവുകൾ അറിയാവുന്ന എല്ലാ ഏരിയകളിലെയുമുള്ള അധ്വാനം ഫെയിലിയർ ആയി. തന്റെ ബാല്യം മുതലുള്ള പരിചയങ്ങൾ മുഴുവൻ ഫെയിലിയർ ആയി. നമ്മുടെ അറിവുകൾ ചിലപ്പോൾ ഫെയിലിയർ ആകും. അത് നന്മയ്ക്കാണെന്ന് പറയാമോ നിങ്ങൾക്ക്? നമ്മുടെ പരാജയങ്ങൾ പലപ്പോഴും ഫെയിലിയർ ആകും. അത് നന്മയ്ക്കാണെന്ന് നിങ്ങൾക്ക് കരമുയർത്തി പറയാമോ? സ്തോത്രം. പരസ്യമായി നിന്ദിക്കപ്പെട്ട് തീരത്തു വന്നത് തിന്മയ്ക്കല്ലെന്ന് നിങ്ങൾക്ക് ഉറക്കെ പറയാമോ? ഒന്നും പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കടലിൽ മത്സ്യമില്ലാഞ്ഞിട്ടാണോ? നോ. നീ ആഗ്രഹിച്ച നിറവ് നിന്റെ വലയിൽ വന്നില്ലെങ്കിൽ അതിനർത്ഥം നീ കൊള്ളരുതാത്തവനെന്നല്ല, കൊള്ളരുതാത്തവളെന്നല്ല. സീറോയിൽ നീ ആക്കപ്പെട്ടത് മാനുഷ്യമല്ല, അതിന്റെ പിറകിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. സീറോയിലായവന്റെ കൂടെ ഇരിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി നമ്മളോട് ഇടപെടുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. എന്റെ ദൈവം പരാജയപ്പെട്ടവനെ അടുത്തിരുത്തിക്കൊണ്ട് ജനത്തോട് സംസാരിക്കുക. കുഞ്ഞേ, നിന്റെ പരാജയ സമയം യേശുവിന് നിന്നോടുകൂടെ ഇരിക്കാനുള്ള സമയമാണെന്ന് ഓർത്തോണം. നീ സീറോയിലായ സമയം യേശുവിന്റെ കൂടെ ഇരിക്കാനുള്ള സമയമാണെന്ന് നീ ഓർക്കണം. നിന്റെ അധ്വാനമെല്ലാം സീറോയിലായപ്പോൾ ആ സമയം കർത്താവിന് നിന്റെ പടകിലിരുന്ന് ജനത്തോട് സംസാരിപ്പാൻ, ദൈവം ജനങ്ങളോട് ഇടപെടുവാൻ നിന്റെ പരാജയപ്പെട്ട പടകിനെയാണ് യേശു ഉപയോഗിക്കുന്നത്. സീറോയിലായ നിന്റെ പടകിനെയാണ് യേശു ഉപയോഗിക്കുന്നത്. സീറോയിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം കാണാൻ സ്വർഗം എഴുതി വെച്ചു. ഓ ഹല്ലേലൂയ. യേശു ജനത്തെ, പുരുഷാരത്തെ ഉപദേശിച്ചു, സംസാരിച്ചു തീർന്ന ശേഷം ഞാൻ താഴ്മയോട് പറയട്ടെ, ഫെയിലിയറായ നിന്റെ പടകിൽ നിന്ന് ജനത്തിന് കൊടുക്കാൻ ഒരു മെസ്സേജ് ഉണ്ട്.
നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? നിന്റെ പരാജയം സംഭവിച്ച നിന്റെ കഠിനാധ്വാനം ഹോണറബിൾ ആണ്. അത് നീ ആഗ്രഹിച്ച നിലയിലല്ല. നിന്റെ കഠിനാധ്വാനം നിന്റെ ദൃഷ്ടിയിൽ സീറോ ആയെങ്കിൽ ആ സീറോയിൽ നിന്ന് കാത്തിരിക്കുന്ന ഒരു ജനതയ്ക്ക് കൈമാറാൻ ആ സീറോയിൽ നിന്ന് ദൈവത്തിനൊരു മെസ്സേജ് ഉണ്ട്. നിന്റെ പരാജയപ്പെട്ട അവസ്ഥ നിന്റെ കയ്യിൽ സീറോ ആയിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന് പറയാനുള്ളത്, മോനെ, ദ ഹോൾ നൈറ്റ് ഹാർഡ് വർക്ക് എം ടി ആയി പോയെങ്കിൽ ആ എം ടി ആയ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാത്തിരിക്കുന്ന ഒരു ജനത്തിന് കൊടുക്കാൻ ആ സീറോയിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ ഒരു വണ്ടർഫുൾ മെസ്സേജ് ഉണ്ട്. ഓ ഹല്ലേലൂയ! നന്ദിയോടെ ദൈവത്തെ ആരാധിക്കണം കേട്ടോ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. എന്ത് കണ്ടാണ്? നിറവ് കണ്ടല്ല നീ ആരാധിക്കേണ്ടത്. നിന്റെ ശൂന്യതയിൽ നീ സ്തുതിക്കാൻ ശരിയാകണം. നിന്റെ സീറോയിൽ, നിന്റെ ചോർന്നുപോയ നന്മ കണ്ട് സന്തോഷിക്ക്. ആമേൻ. നിന്റെ പരാജയത്തിൽ നീ ദൈവത്തിൽ ആനന്ദിക്ക്. നിന്റെ ശൂന്യതയിൽ നീ ദൈവത്തിൽ ആനന്ദിക്ക്. നിന്റെ ദുഃഖത്തിൽ നീ ദൈവത്തിൽ ആനന്ദിക്ക്. ആമേൻ. നീ തലകുലിച്ചിരിക്കുന്ന അവസ്ഥയിൽ നീ ദൈവത്തിൽ ആനന്ദിക്ക്. ആമേൻ. ഹല്ലേലൂയ! എല്ലാം വെറുതെയായി പോയി എന്ന് നിന്റെ മനസ്സ് തേങ്ങുമ്പോൾ അവിടെ നീ സ്തുതിച്ചു തുടങ്ങ്. എന്റെ ഉള്ളം വചനത്തിൻ കൊണ്ട് നന്ദിയോടെ ഞാൻ നിറയുകയാണ്. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. ഹല്ലേലൂയ! നിങ്ങളുടെ മുറികളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. മറുപടി കിട്ടാത്ത വിഷയത്തിൽ ഞരങ്ങുന്ന ദൈവവേദലേ, ഉത്തരം എവിടെയാണെന്ന് തിരിച്ചറിയാൻ അങ്കലാപ്പിലായിരിക്കുന്ന ദൈവവേദലേ, കർത്താവ് നിന്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. ഒരു വണ്ടർഫുൾ റിസൾട്ട് തരാൻ. നിന്റെ ശൂന്യമാകുന്ന പടക് പരസ്യമായി ലോകം കണ്ടെങ്കിൽ ആ പരസ്യമായ ജനതയുടെ നടുവിൽ തലകുനിച്ച് വന്ന നിന്നെ തല ഉയർത്തിപ്പോകാൻ ഒരു വഴിയാണ് അവൻ കയറിയിരിക്കുന്നതിന്റെ ഉദ്ദേശം. നിന്റെ പരസ്യമായ നിന്നയെ പരസ്യമായ മഹത്വമാക്കി മാറ്റാനാണ് യേശു അതിൽ കയറിയിരുന്നത്. നിനക്കറിയില്ല യേശു എന്തിനാണ് ഈ ഒഴിഞ്ഞ പടകിൽ കയറിയിരിക്കുന്നത് എന്ന്. നിറവിന്റെ ദൈവമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പിന്നീട് നീ അറിയത്തുള്ളൂ. അവൻ കൽപ്പിച്ചാൽ നിന്റെ നന്മ നിന്റെ വാതിക്കൽ ഉണ്ടെന്ന് നീ തിരിച്ചറിയേണ്ടതിന് അവൻ അരികെ വരികയാണ്, അരികെ വന്നിരിക്കുകയാണ്. സ്തോത്രം. പുരുഷാരത്തോട് സംസാരിച്ച് തീർന്ന ശേഷം 4-ാം വാക്യത്തിൽ അവൻ ശീമോനോട് ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. ഒരു വലിയ ജനത, പുരുഷാരം, വചനം കേട്ടവർ നോക്കി നിൽക്കുകയാണ്. എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. തീരത്ത് പടക് കിടക്കുകയാണ്. ഇവിടെ ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്കാൻ യേശു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. അന്ത്രയോസ് യേശുവിന്റെ അരികിൽ കൊണ്ടുപോയപ്പോൾ പേര് മാറ്റി തിരക്കുള്ളവനായി തിരിച്ചു പോരുന്നു കേട്ടോ. പത്രോസ് പള്ളിയിൽ യോഗത്തിന് പോയില്ലെങ്കിലും പത്രോസിന്റെ വീട്ടിൽ വന്ന് ദൈവിക രോഗശാന്തി യേശു നടത്തിയിട്ട് പോയി. ശീമോൻ അധികം സമയമൊന്നും കൊടുത്തില്ല, ആള് സ്ഥലം വിട്ടു. സ്തോത്രം. ഫോളോ മീ എന്ന് പറഞ്ഞപ്പോൾ അനുഗമിച്ചെങ്കിലും ഇങ്ങനെ പോയിട്ട് വലിയ മെച്ചവും മിച്ചവും ഒന്നും കാണുകയില്ലെന്ന് മനസ്സിലാക്കിയ താനെ പോയില്ലെന്നേ. ഇതുവരെയും വചനം കേൾക്കാൻ ശീമോന്റെ ജീവിതത്തിൽ അവസരം കിട്ടിയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ ദൂത്? പരാജയപ്പെട്ടപ്പോൾ സ്വസ്ഥമായി ദൈവത്തിന്റെ കൂടിയിരിക്കാൻ അല്പം സമയം കിട്ടി അല്ലേ? ഫെയിലിയർ ആയപ്പോൾ നിന്നെ തള്ളിക്കളയാതെ ചേർത്തു പിടിച്ചുകൊണ്ട് അവൻ നിന്നോടൊപ്പം ഇരുന്ന ജനത്തോട് സംസാരിക്കുന്നത്. ഓ ഹല്ലേലൂയ! യേശുവിന്റെ അരികിൽ ഇരിക്കുന്നവൻ ആരാ? പരാജിതനായ ശീമോൻ. ശീമോനെ, നിന്റെ കൂടെ ഇരിക്കുന്നവൻ ആരാ? സ്തോത്രം, പരമാധികാരമുള്ള കർത്താവ്. സ്തോത്രം. യേശുവിന്റെ പ്രഭാഷണം അതുവരെ ശീമോൻ കേട്ട് കാണില്ല.
വചനം പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരത്തോടാണ് യേശു സംസാരിക്കുന്നതെങ്കിലും യേശുവിന്റെ കൂടിരുന്ന് ശിമോൻ ആ വചനങ്ങൾ മുഴുവൻ കേൾക്കാൻ ഇടയായി. When you are in failure, when you are in empty hand, when you are in tragedy, understand this is the wonderful and precious time. You have to spend your time with Jesus. നിന്റെ ഞെരുക്ക സമയം, നിന്റെ പരാജയ സമയം, നിന്റെ ട്രാജഡിയുടെ സമയം അത് നെഗറ്റീവായല്ല തീരേണ്ടത്. യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അവൻ്റെ വചനം കേൾക്കാൻ അല്പസമയം കുഞ്ഞെ മാറ്റിവെക്കുക. അവനിൽ നിന്ന് കേൾക്കാൻ നീ സമയം മാറ്റിവെക്കുക. അവനിൽ നിന്ന് ഗ്രഹിക്കാൻ മാറ്റിവെക്കുക. അവന് നിന്നോടുകൂടെ ഇരുന്ന് നിന്നോടും നിന്നിലൂടെ ഉള്ളവരിലോട് സംസാരിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുന്നത്, നീ ചുരുട്ടിക്കെട്ടി വെച്ച വലയുണ്ടല്ലോ, ഒന്നഴിക്കണം. ഹലോ, ആ വല വിളിച്ചു പറയുന്നു, എടാ, മീനുള്ള നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് ഒന്നും കിട്ടാതെ വന്ന ഈ വല ഇനി ഈ തീരത്തിന്റെ അടുത്തിറക്കിയിട്ട് എന്നാ പ്രയോജനമെന്ന് ചോദിച്ചാൽ പറയും. ശിമോൻ പറയുന്നത്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ആ മെസ്സേജ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. നാഥ, ഞങ്ങൾ ടീമായിട്ടാണ് പോയത്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുടെ ശരീരത്തിന് ക്ഷീണം എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നത്തെ പകല് പോക്ക. സ്തോത്രം. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു എന്നൊക്കെ. പക്ഷെ ഇവിടെ കാണുന്നത്, നാദാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇവിടെ ശീമോന്റെ ഒരു വിജയത്തിന്റെ റീസൺ ഞാൻ കണ്ടെത്തിയത്, പരസ്യമായി തന്റെ പരാജയത്തെ സമ്മതിക്കുന്നു. There is no ego. ആ കൺഫസിനൊരു ഈഗോ ഇല്ലായിരുന്നു. പരസ്യമായിട്ട് സമ്മതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, എവിടെയൊക്കെയാണ് നമ്മൾ വീണുപോയത്? എവിടെയൊക്കെയാണ് ഞാനും നിങ്ങൾ പരാജയപ്പെട്ടു പോയത്? വാക്കിലാണോ? പ്രവൃത്തിയിലാണോ? കൊടുക്കൽ വാങ്ങലിലാണോ? ശുശ്രൂഷാമുഖത്താണോ? കുടുംബജീവിതത്തിലാണോ? ഇടപാടുകളിലാണോ? ജോലി സ്ഥലത്താണോ? ഫ്രണ്ട് സർക്കിളിലാണോ? റിലേറ്റീവ്സിൻ്റെ ഇടയിലാണോ? എവിടെയൊക്കെയാണ് എൻ്റെ പരാജയം? ഓപ്പണായിട്ട് കൺഫസ് ചെയ്യുന്നു. കർത്താവേ, അവിടെ പാരമ്പര്യമുള്ള മുക്കുവനാണെന്നുള്ള ദുരഭിമാനം ചത്തു. കേട്ടോ, പാരമ്പര്യമായി മുക്കുവന്റെ വീട്ടിൽ ജനിച്ചവനാണെന്നുള്ള ആ ട്രഡീഷണൽ പ്രൗഡ് അവിടെ ചത്തൊടുങ്ങി. എന്റെ ദുരഭിമാനം, എന്റെ പൊങ്ങച്ചം എന്നെ നന്നാക്കത്തില്ലെന്ന് നിങ്ങളുടെയും എന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും നമ്മൾക്ക് പറയണമല്ലോ. തന്റെ പരാജയം, തന്റെ പൊങ്ങച്ചം എല്ലാം അവസാനിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വേണേ ബുദ്ധിയുടെ പ്രമാണത്തിൽ ശീമോൻ ഒരു നിമിഷം ചിന്തിച്ച് ഇങ്ങനെ വേണേ പറയാം, കർത്താവേ, നീ തച്ചനല്ലയോ, നിനക്ക് കടലിനെ കുറിച്ച് പരിചയമുണ്ടോ? മീനിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ശീമോൻ ചോദിച്ചാൽ യേശുവിനെ പറയാൻ പറ്റും, മോനെ, നീ മുക്കുവനാ, വെള്ളത്തിലെ പണിയെ നിനക്കറിയും. പക്ഷേ നീ കൊണ്ടുപോകുന്ന പടക് ഉണ്ടാക്കിയത് തച്ചനായ ഞാനാ, എന്നെ പോലുള്ളവനായി പടകുണ്ടാക്കിയത്. അതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യം അറിയത്തില്ലേലും വെള്ളത്തിൽ പോകുന്ന നീ വെള്ളത്തിൽ വീഴാതിരിക്കണമെങ്കിൽ ഞാനുണ്ടാക്കി വള്ളം വേണം. നമ്മുടെ തെറ്റായ, മൂഢമായ, മഠയമായ പല അബദ്ധ മണ്ടത്തര അറിവുകളുണ്ട്. ബുദ്ധിഹീനമായ ചില തത്വജ്ഞാനങ്ങൾ നമ്മുടെ തലയിലുണ്ട്. കേട്ട് പരിചയമുള്ള അറിവുകൾ നമ്മളിലുണ്ട്. പക്ഷേ വിഷയത്തെ ഫേസ് ചെയ്യുമ്പോൾ ഇതിനൊന്നും വാല്യൂ ഇല്ലാതെ പോകും സഹോദരങ്ങളെ. തത്വം എന്നെ നിങ്ങളെ ജീവിപ്പിക്കത്തില്ല.
ശാസ്ത്രങ്ങൾ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് റിസൾട്ട് കൊണ്ട് തരത്തില്ല. ആത്മീയം തരാത്ത ചിന്തകൾ അവസാനിപ്പിക്കാം. ആത്മീയ വളർച്ച തരാത്ത അതേ ഉദാഹരണങ്ങൾ അവസാനിപ്പിക്കാം. ദൈവത്തോട് അടുക്കാത്ത ചിന്താ ബന്ധങ്ങൾ അതിനോട് നമുക്ക് വിട പറയാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അല്പന മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്ദി കർത്താവേ, സ്തോത്രം. നിങ്ങൾ നോക്കുക, താൻ പറയുന്നു ഹോൾ നൈറ്റ് കഠിനാധ്വാനം ചെയ്തു, ഒന്നും കിട്ടിയില്ല. അടുത്ത വാക്കാണ് എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം എന്ന് പറഞ്ഞാൽ, കർത്താവേ, എന്റെ വാക്കിന് അർത്ഥമില്ലെന്ന് ഞാൻ ഇന്നലെ രാത്രി കൊണ്ട് പഠിച്ചു. എന്റെ അധ്വാനമൊന്നും വിജയമല്ല എന്ന് ഞാൻ ഒരു രാത്രി കൊണ്ട് പഠിച്ചു. എൻ്റെ ലൈഫിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്തൊരു ട്രാജഡിയുടെ രാത്രിയാണ് ഞാൻ ഫേസ് ചെയ്തത്. പരസ്യമായി ഇങ്ങനെ തലകുനിച്ച് തീരത്തി വരേണ്ട ഒരു നാണം കെട്ട ദിവസ പ്രഭാതം ഞാൻ കണ്ടില്ല കർത്താവ്, ഓർത്തില്ല, അറിഞ്ഞില്ല. അയ്യോ, നമ്മളെല്ലാവരും പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത നോവുകളിലൂടെ കടന്നു പോകുന്നത് എന്തിനാ? ഒരു ഉദ്ദേശമുണ്ടെന്നേ, ഒരു പ്ലാൻ ഉണ്ടെന്നേ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നേ. യേശു പറയുന്ന വാക്ക് ശീമോൻ മാത്രമല്ല കേൾക്കുന്നത്, തീരത്തുള്ള സകല ആളുകളും കേട്ട് മൂക്കത്ത് വിരൽ വെച്ചിട്ട് ചിന്തിക്കുകയാണ്, ഈശോ എന്നാ ഈ പറയുന്നേ? ആഴത്തിലേക്ക് മീൻ പിടുത്തത്തിന് വലയിറക്കാനെന്നോ? ഇവിടെ മീനുണ്ടോ? ദൈവശബ്ദം കേൾക്കുന്നവൻ അറിയാം ഇതിന്റെ പിറകിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ദൈവശബ്ദം ഗ്രഹിക്കാത്തവർക്ക് ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ തട്ടിപ്പാണ്. സഹോദരങ്ങളെ, വഴിയോര ശബ്ദത്തിന് ദൈവശബ്ദം കേട്ടവൻ കാതു കൊടുക്കരുത്. വഴിയോര ശബ്ദത്തിന് ജനങ്ങളുടെ അഭിപ്രായമല്ല നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. നീ കൂടിരുന്നപ്പോൾ കേട്ട ദൈവവചനമാണ് നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. എത്ര പേർക്ക് കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? ജനങ്ങൾക്ക് നിന്റെ കഷ്ടതയിൽ സഹതാപം തോന്നി വരും, പക്ഷെ അതല്ല അതിന്റെ മറുപടി. എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടുമ്പോൾ, എന്റെ ദൈവത്തിന്റെ നാവ് നിനക്ക് വേണ്ടി കൽപ്പിക്കുമ്പോൾ, ദൂരത്ത് നിന്റെ വലയിൽ കയറാതെ ഒഴിഞ്ഞു നടന്നതല്ല. നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നീ ആരുടെ കൂടെ ഇരിക്കുന്നു അവന്റെ അരികിൽ തന്നെ അത് അവിടെ എത്തും. കർത്താവേ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ യേശുവിന്റെ വാക്ക് കൂടാതെ വലയിറക്കിയതിന്റെ ശൂന്യത അനുഭവിച്ചെങ്കിൽ, യേശുവിന്റെ വാക്കിൽ വലയിറക്കിയാൽ അതിന്റെ നിറവ് അനുഭവിപ്പാൻ നമുക്ക് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ നന്ദിയോട് സ്തോത്രം ചെയ്യാൻ പറ്റുന്നു? പകൽ സ്തോത്രം. വചനത്തിൽ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം. എവിടെ നീ മീൻ വന്നു? പെരുത്ത മീൻകൂട്ടം. ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ശൂന്യാവസ്ഥ മാറ്റാൻ നീ ദൈവത്തെ അനുസരിക്കുമ്പോൾ നിന്റെ വലയിൽ കയറാനുള്ള ഒരു വലിയ പെരുത്ത മീൻകൂട്ടം നിന്റെ പടകിനോട് അടുത്ത് വരുന്നത് വിശ്വാസ കണ്ണാൽ എത്ര പേർക്ക് കണ്ട് സ്തോത്രം ചെയ്യാൻ പറ്റും? നീ അവന്റെ പാദമിടത്തിൽ ഒന്നിരിക്കുമ്പോൾ നിന്റെ വലയിൽ കയറേണ്ട നന്മകളൊക്കെ ദൂരവേ നിന്ന് ഇളകി തുടങ്ങി. ആമീൻ പറയാൻ പറ്റുമോ? നിന്റെ ആവശ്യങ്ങൾക്കായി നിന്റെ പടകിൽ കയറേണ്ട നന്മകളെല്ലാം നീ ആരുടെ പാദമിടത്തിൽ ഇരിക്കുന്നുവോ അവന്റെ സമീപത്തേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശൂന്യത മാറ്റുന്ന ദൈവശബ്ദം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ ജീസസ്. വചനത്തിൽ വായിക്കുന്നു, വലക്കീറാറായി. സ്തോത്രം.
മറ്റു പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ഒഴിഞ്ഞ ഒരു പടകിൽ പോയെങ്കിൽ നിന്റെ പടക് നിറയുക മാത്രമല്ല, നിന്റെ കൂടെ വന്നവർക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാ ദൈവം കേട്ടോ. നിനക്ക് മാത്രമല്ല കുഞ്ഞെ, നിന്നോടൊപ്പം വന്നവരുടെ നന്മയും എന്റെ യേശു ആഗ്രഹിക്കുന്നു. 8-ാം വാക്യം, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. ഹലോ സഹോദരങ്ങളെ, ഒത്തിരി വശങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. അങ്ങനൊന്നും കാലേ വീഴുന്നവനല്ലെന്നേ ശീമോൻ. പക്ഷേ കാലേ വീഴേണ്ട വഴി എന്റെ ദൈവത്തിന് അറിയാം കേട്ടോ. അന്ത്രയോസേ, നീ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു, ഒരു റിസൾട്ടും കണ്ടില്ലെങ്കിൽ നീ വിഷമിക്കണ്ട. നിന്നേക്കാൾ പ്രയോജനമുള്ളവനാക്കി ശീമോനെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്നേക്കാൾ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്നവനായി മാറാൻ ശീമോനെ കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്. നീ ഒരു ശീമോനെ കൊണ്ടുവന്നെങ്കിൽ ഈ ശീമോൻ മുഖാന്തരം വരും കാലങ്ങളിൽ 3000-ത്തിലധികം ആളുകൾ ഒറ്റ ദിവസം സ്നാനപ്പെടുന്ന ശുശ്രൂഷയ്ക്കായി ഒരുക്കിയെടുക്കാൻ അന്ത്രയോസേ, നീ കൊണ്ടുവന്ന ശീമോനെ കുറിച്ച് എനിക്ക് പദ്ധതി ഉണ്ടെന്നേ. ഒരു പരാജയത്തിന്റെ രാത്രി ശീമോൻ ഫേസ് ചെയ്തെങ്കിൽ ഒരു വിജയത്തിന്റെ പ്രഭാതം ദൈവം എഴുതി വെച്ചു. ഒരു ദുഃഖത്തിന്റെ രാത്രി അവന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്തെങ്കിൽ ഒരു സന്തോഷത്തിന്റെ പ്രഭാതം ദൈവം എഴുതി വെച്ചു. നഷ്ടങ്ങളുടെ ഒരു രാത്രി തന്റെ ജീവിതത്തിൽ കണ്ടെങ്കിൽ ഒരു നിറവിന്റെ രാത്രി ദൈവം തമ്പുരാൻ കണ്ടു. സഹോദരങ്ങളെ, ഫലം തരുന്ന ദൈവമാ, അത് ദൈവത്തിന്റെ സമയത്ത് കിട്ടും. സ്തോത്രം. ഞാൻ ആവർത്തിക്കുന്നു, ഫലം തരുന്നത് ദൈവമാണ്, അത് ദൈവത്തിന്റെ സമയത്തത് നടക്കും. അന്ന് മുതലാണ് ശീമോൻ വാസ്തവമായി യേശുവിനെ അനുഗമിപ്പാനായിട്ട് ഇടയായത്. സ്തോത്രം. ഓ വണ്ടർഫുൾ ജീസസ്. ദൈവത്തിന് പിടികൊടുക്കാതെ നടന്ന പത്രോസേ, നിന്റെ സഹോദരനായ അന്ത്രയോസ് നിന്നെ എന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. നിന്റെ സാക്ഷ്യം ഞങ്ങൾ യേശുവെ കണ്ടെത്തി. അവൻ ചുമ്മാ പോയി കണ്ടിട്ട് പേര് മാറി തിരിച്ചു വന്നെങ്കിലും യേശു അവനെ വിവേചിച്ചിട്ടുണ്ട് കേട്ടോ. അവന്റെ പേര് മാറിയെങ്കിലും ജീവിതം മാറിയില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ശീമോനെ കണ്ട ദിവസം തന്നെ അവനെ അനുഗമിപ്പാൻ യേശു ശീമോനോട് പറഞ്ഞില്ല. സഹോദരങ്ങളെ, പേര് മാറ്റിയ ദിവസമൊന്നും ഫോളോ മീ എന്ന് യേശു പറഞ്ഞില്ല. സ്തോത്രം. അന്നേരം ഒന്നും ശീമോനെ നീ എൻ്റെ പിന്നാലെ വരാനൊന്നും യേശു വിളിച്ചില്ല. കണ്ട ഉടനെ ഒന്നും യേശു അവനെ വിളിച്ചില്ല. സ്തോത്രം. കാരണം യേശുവിൻ്റെ കാലിൽ വീണാലേ അനുഗമനം ശരിയായിട്ട് നടക്കത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയിലൂടെ കൊണ്ടുവന്നവർ ചുമ്മാതെ വരത്തില്ല. യേശു തിരിച്ചറിഞ്ഞു, ശീമോൻ എപ്പോഴാണ് എന്നെ അനുഗമിപ്പാൻ ഒരു പ്രതിഷ്ഠ എടുക്കുന്നത്? അവന്റെ ലൈഫ് മൊത്തത്തിൽ 0 ആകുമ്പോൾ മാത്രമേ അവൻ എന്നെ അനുഗമിക്കാൻ തയ്യാറാകത്തുള്ളൂ എന്ന് യേശു മനസ്സിലാക്കി. ശീമോന്റെ ജീവിതം 0-യിലായെങ്കിൽ മാത്രമേ ശരിയായി എന്നെ അനുഗമിക്കൂ എന്ന് യേശു കണ്ടു. ദൂത് തിരിച്ചറിയണം കേട്ടോ. ദൈവത്തിന്റെ കാലിൽ വീഴത്തക്കവണ്ണം ഒരു വഴി അവന്റെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ സമ്പൂർണമായ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവനായി ഇവൻ മാറൂ എന്ന് എന്റെ ദൈവം കണ്ടെത്തി. അവിടെയാണ് യേശുവിന്റെ എൻകൗണ്ടർ നടക്കുന്നത്. നിന്റെ പരാജയത്തിന്റെ സമയം യേശുവുമായിട്ടുള്ള കണ്ടുമുട്ടലിന്റെ സമയമാണ്. പേര് മാറ്റിയപ്പോൾ അനുഗമിച്ചില്ല.
രോഗശാന്തി നടന്നപ്പോൾ അനുഗമിച്ചില്ല. എപ്പോഴാണ് അനുഗമനം ഉണ്ടാകുന്നത്? അനുഗമിക്കൽ നടന്നത് സീറോയിൽ കൊണ്ടുവന്നു വെച്ചു. സീറോയിൽ കൊണ്ടുവച്ചു. നിന്റെ അധ്വാനം മുഴുവൻ സീറോ ആയി. ആ സമയത്ത് നിന്റെ പടകിൽ ഇരിക്കുന്ന ഒരു യേശു, എത്ര നഷ്ടം വന്നു കുഞ്ഞ്, എത്ര പരാജയം വന്നു. നിന്റെ പാസ്റ്റ് ഫെയിലിയർ സ്റ്റോറി ഒന്നും യേശുവിനോട് വിവരിക്കണ്ടാന്നേ. എന്റെ പ്രാണപ്രിയൻ അത് അറിയാമല്ലോ. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ശിമോനെ, ഇന്നത്തെ നിന്റെ പരാജയത്തിൽ നിന്നോടൊപ്പം ഇരിക്കുന്നത് ഞാനാ. Praise to Jesus. Praise to Jesus. Oh, praise to Jesus. Oh, hallelujah. യാക്കോബിന്റെ 2 നിസ്സഹായ രാത്രികൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചെങ്കിൽ ശീമോന്റെ 2 നിസ്സഹായ രാത്രികളാണ് ഇന്ന് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. Praise Lord. ക്രൂശിതനായ ക്രിസ്തുവിനെ വിട്ടിട്ട് ശീമോൻ പോയതാണ് നമ്മൾ കണ്ടത്. യേശു അവരെ പിന്തുടരുകയാണ് ചെയ്തത്. സ്തോത്രം. പത്രോസ് യേശുവിനെ വിട്ടുപോയി 2ാം പ്രാവശ്യം. പക്ഷേ യേശു അവനെ വിട്ടുപോയില്ല കേട്ടോ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരിക്കൽ നിന്നെ വിളിച്ചെങ്കിൽ, പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ അവൻ നിന്നെ വിളിച്ചെങ്കിൽ, നീ ഏത് അവസ്ഥയിലൂടെ അവനെ കളഞ്ഞേച്ചു പോകാൻ നോക്കിയാലും കുഞ്ഞ് നടക്കത്തില്ല. അവൻ നിന്റെ പുറകേ വരും. ശീമോൻ ഒളിച്ചോടുകയാണ്. എവിടെയാണോ അവൻ ഒളിച്ചോടിയത് ആ സ്ഥലം യേശുവിന് അറിയാം. നീ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എവിടെ ഒളിച്ചോടിയാലും എൻ്റെ സഹോദരങ്ങളെ അവനെ തെരഞ്ഞ് യേശു ചെല്ലും. ചേർന്നൊരു ആമീൻ പറയാമോ നിങ്ങൾക്ക്? ഒരുപാട് ഗുണങ്ങൾ ശീമോനിൽ ഉണ്ടായിരുന്നു. കർത്താവിനെ പരസ്യമായി ഉയർത്തിയവനാണ് ശീമോൻ. സ്തോത്രം. എന്നാൽ ഒത്തിരി ഫെയിലിയർ തന്റെ ജീവിതത്തിലുണ്ട്. 7 ഫെയിലിയേഴ്സ് സ്റ്റെപ്പ് ഓഫ് സൈമൺ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ടോപ്പിക്കാണ്, അത് പറയേണ്ടതാണ്. പക്ഷേ ഇപ്പം നമുക്കതിന് സമയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഗെത്സമനിയിൽ പ്രശ്നമുണ്ടായപ്പോൾ താൻ കൊലക്കേസിലെ പ്രതിയായി തള്ളിപ്പറഞ്ഞത് ജീവിതത്തിൽ ഓർമ്മയുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അധികാരം കൈമാറ്റം നടന്നപ്പോൾ സ്വയം ഉയരാൻ തുടങ്ങി യേശുവിനെ ശാസിച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ശീമോൻ യേശുവിനെ ശാസിച്ചതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശീമോന്റെ ചിന്ത എൻ്റെ കർത്താവ് കഷ്ടപ്പെടാൻ പാടില്ല, എൻ്റെ കർത്താവ് മരിക്കാൻ പാടില്ല. യേശുവിന് ഗുണം വരുന്ന കാര്യമാണ് ശീമോൻ ആഗ്രഹിച്ചത്. കാരണം മത്തായി 16:21 മുതൽ 23 വരെ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, എന്നെ ആളുകൾ കൊല്ലും, 3-ാം നാളിൽ ഞാൻ ഉയർക്കും. അപ്പം താൻ പറഞ്ഞു യേശുവിന് നേരിടാനുള്ള വേദനയൊന്നും പത്രോസിന് കേട്ടിട്ട് മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല. താൻ പറഞ്ഞു, ഗുരുവിന് അങ്ങനെ ഒന്നും വരരുത്, എൻ്റെ ഗുരുവിനെ ആരും തൊടരുത്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഉറുവെന്ന് പറയുന്ന സ്ഥലത്ത് കള്ളുകുടിച്ച് മതോന്മത്തനായ ഒരു മനുഷ്യൻ കുരിശടിയുടെ മുമ്പിൽ നിന്ന് കയ്യിൽ തലയിൽ അഴിച്ചങ്ങ് കെട്ടി, അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് താനിങ്ങനെ ഉറക്ക വിളിച്ചു പറഞ്ഞു, എടാ കോശിയാ വിളിച്ചു പറയുന്നത്, തൻ്റെ ഇടമുള്ളവൻ എൻ്റെ യേശുവിനെ ക്രൂശിക്കാനൊന്ന് വാടാ, ഞാൻ കാണിച്ചു തരാം. അന്ന് നീയൊക്കെ ക്രൂശിച്ചു, ഇനി നിന്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിനെ ക്രൂശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശീമോൻ കർത്താവിനെ കുറിച്ച് ആഗ്രഹിച്ച നല്ല കാര്യമാണെങ്കിലും ദൈവഹിതമില്ലാത്ത ചിന്തകളായിരുന്നു പത്രോസിന്റെ ഉള്ളിൽ വന്നത്. കാരണം ക്രൈസ്റ്റ് വന്നത് യാഗമാകാനാണ്. എന്നാൽ എൻ്റെ കർത്താവ് കഷ്ടപ്പെടരുത്, മരിക്കരുത് എന്ന് യേശുവിനെ കുറിച്ചുള്ള ഗുണമാണ് ശീമോൻ ആഗ്രഹിച്ചത്. പക്ഷേ യേശു പറഞ്ഞത്, അവനെ സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എനിക്കും നിങ്ങൾക്കും പലപ്പോഴും അവ്യക്തമായിരിക്കാം. സ്തോത്രം. കരം കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോൾ ടാക്സ് കൊടുത്തത് യേശു പറഞ്ഞയച്ചിട്ട് കിട്ടിയ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് കിട്ടിയ ചതുർദ്രഹ്മ പണത്തിലെ 2 കാശായിരുന്നു. ടാക്സ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നവൻ്റെ കരം അടയ്ക്കാനുള്ള കാശ് മത്സ്യത്തിൻ്റെ വായിൽ ഉള്ളത് ദൈവത്തിനറിയായിരുന്നു. എങ്ങനെ അപ്പാ, ഹൗ ടു മൂവ് അഹെഡ്,
how to solve my problem, how to comfort the people. എത്ര ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ കർത്താവിന് പറയാനുള്ളത്, നീ എന്നെ ഫോളോ ചെയ്തെങ്കിൽ A to Z നിന്റെ വിഷയം എൻ്റെ കയ്യിൽ പരിഹാരത്തിനായിട്ടുണ്ട് മോനെ. A to Z എൻ്റെ കയ്യിൽ നിനക്കായി ഒരു കരുതലുണ്ട്. ഒന്നാമത്തെ മത്സ്യപിടുത്തത്തിൽ സഹോദരങ്ങളെ, ശീമോൻ അറിയാത്ത ഒരു നിറവിന്റെ നന്മയുടെ കരുതൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഉണ്ടായിരുന്നല്ലോ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? അധികാരം ഏറ്റുവാങ്ങിയ ശീമോനെ പിശാച് നോട്ടം വെച്ചു, അവനെ പതിരു പോലെ പാറ്റാൻ, ഗോതമ്പ് മണി പോലെ പാറ്റാൻ. കർത്താവിനോട് പറഞ്ഞു, ശീമോനെ, ഗോതമ്പ് പാറ്റുന്ന പോലെ സാത്താൻ നിന്നെ പാറ്റേണ്ടതിന് എന്നോട് പലവട്ടം അനുവാദം ചോദിച്ചു, പക്ഷേ ഞാൻ പെർമിറ്റ് ചെയ്തില്ല. ഹലോ, ഇന്ന് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത് കൈമിടുക്കോ കാര്യശേഷിയോ പാരമ്പര്യമോ പ്രാർത്ഥനയുടെ കൂടുതലോ ഉപവാസത്തിന്റെ കൂടുതലോ ഒന്നും അല്ല. അതതിൻ്റെ തലങ്ങളിലെല്ലാം ഉണ്ട്. അതൊക്കെ ദൈവകൃപയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പിശാചിന്റെ ടാർഗറ്റ് നിന്നെ ഒന്ന് പാറ്റണം. അതിന് അനുവാദം ചോദിച്ചു, പക്ഷേ കർത്താവ് പറയുന്നത്, ഞാൻ അനുവദിച്ചില്ല, ഞാൻ പെർമിറ്റ് ചെയ്തില്ല. എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? സ്തോത്ര 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 സ്തോത്രം. സഹോദരങ്ങളെ, യേശുവിന്റെ മുന്നിൽ എൻ്റെ ഒരു മിടുക്കും വിജയിക്കത്തില്ലെന്ന് ശീമോന്റെ ലൈഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. എന്നാൽ എൻ്റെ വീഴ്ച എൻ്റെ തിരുത്തലിനും മടങ്ങിവരവിനുമാണ് എന്ന് ശീമോൻ കണ്ടെത്തി. ഒരിക്കൽ പ്രയോജനപ്പെട്ട ശീമോൻ അതിഭയങ്കരമായി പരാജയപ്പെടുകയാണല്ലോ ചെയ്തത്. തിരിച്ചുവരവില്ലാത്ത വിധം താനെ പിന്മാറ്റത്തിലേക്ക് ടീമായി കടന്നുപോയി. എന്നാൽ സകലവും അറിയുന്ന യേശു അവരെ അത്രയധികം സ്നേഹിച്ചു, മടക്കി കൊണ്ടുവരാൻ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവിനറിയാം, മോനെ, നീ എവിടെ പോയാലും നീ എന്റെ കുഞ്ഞാടിനെ മേയ്ക്കേണ്ടവനാണ്, നീ എന്റെ കുഞ്ഞാടിനെ മേയ്ക്കേണ്ടവനാണ്. തള്ളിപ്പറയുമ്പോഴും യേശു ഉള്ളിൽ പറഞ്ഞു, ശിമോനെ, ഡോണ്ട് വറി, ഈ സിറ്റുവേഷനൊക്കെ അങ്ങ് മാറും, നീ എന്റെ കുഞ്ഞാടിനെ മേയ്ക്കും. നീ എന്നെ പ്രാഗി, ഞാൻ കേട്ടു മോനെ, സാരയില്ലടാ, നീ എന്റെ കുഞ്ഞാടിനെ മേയ്ക്കേണ്ടവനാണ്. നീ എന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞില്ലയോ? താക്കോല് നീയല്ലേ എന്റെ ഇന്ന് മേടിച്ച സ്വർഗരാജ്യത്തിന്റെ? നീ ഇപ്പൊ അറിയുന്നില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം നിന്റെ സിറ്റുവേഷൻ. കാരണം ഇപ്പൊ സാത്താൻ നിന്നെ പാറ്റുന്ന സമയമാ, നിനക്ക് തനിയെ നിൽക്കാൻ പറ്റത്തില്ല. ബട്ട് വൺ ഡേ ഐ വിൽ കം ആൻഡ് റീസ്റ്റോർ യു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഞാൻ നിന്നെ ഒരു ദിവസം തിരിച്ചു വരുത്തി, ഞാൻ ഒരു ദിവസം നിന്നെ മടക്കി വരുത്തി, നിന്റെ പണ്ടത്തെ പോലെയുള്ള നല്ല കാലത്തിലേക്ക് ഞാൻ നിന്നെ റീസ്റ്റോർ ചെയ്യും. സ്തോത്രം 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 സ്തോത്രം. ഓ റബലവശബബലഗസി. ശീമോന്റെ പരാജയത്തിന്റെ രണ്ടാം രാത്രി എന്ന് പറയുന്നത് അറിഞ്ഞ കർത്താവിനെ കളഞ്ഞേച്ചു പോയതിൽ വന്ന പരാജയമാണ്. ഉയർത്തിയ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് പോയി അധ്വാനത്തിന്റെ പരാജയമാണ്. യേശുവിന്റെ തേജസ് കണ്ടറിഞ്ഞിട്ട് പോയ പരാജയമാണ്. കടലിന്റെ മീതെ നടന്ന അനുഭവം പ്രാപിച്ചതിന് ശേഷമുള്ള ഫെയിലിയറാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ കർത്താവ് കൊടുത്തത് സാധാരണ മീൻ അല്ലെന്നും കൂടെ ഓർക്കണേ. അവിടെ കാണുന്നത് വലിയ മീൻകൂട്ടം, എ മാസീവ് ക്യാച്ച്. പ്രൈസ് ഗോഡ്. ഒരു മാസീവായിട്ടുള്ള ക്യാച്ച് അവിടെ നടന്നത്. വല ഇഴച്ചും കൊണ്ട്, ദൈവത്തിന് സ്തോത്രം, അവർ വന്നാ എഴുതിയിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, എന്താ നിനക്ക് വേണ്ടത്? അത് യേശുവിൻ്റെ കയ്യിലുണ്ട്. എന്താ നിനക്ക് വേണ്ടത്? യേശുവിൻ്റെ വാക്കിലുണ്ട്. ഒഴിഞ്ഞ വല ഉള്ള പത്രോസ് നിന്റെ അവസ്ഥ അറിഞ്ഞു. ഒരിക്കൽ അവൻ നിന്റെ അരികിൽ വന്നതാണ് വല നിറയ്ക്കാൻ.
ഇപ്പോഴും അവനിതാ നിന്റെ അരികിൽ വീണ്ടും വരികയാണ്. നിന്റെ ഇല്ലായ്മ അറിയുന്നവൻ, നിന്റെ കഠിനാധ്വാനം അറിയുന്നവൻ, നിന്റെ നിസ്സഹായത അറിയുന്നവൻ. സ്തോത്രം. ക്രിസ്തു തെരഞ്ഞെടുത്തവനാണ്, അപ്പോസ്തലൻ എന്ന പദവിയുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം കൊണ്ടും പരാജയപ്പെട്ടവനാണ്. പക്ഷേ യേശു കടന്നുകൊണ്ട് പറയുകയാണ്, മോനെ, നീ തകർന്നത് എനിക്കറിയാം. നിന്നെ അറിയാൻ ആരുമില്ല, പക്ഷെ ഞാൻ നിന്നെ അറിയുന്നു. നീ തളർന്നത് മതി, നിന്നെ സഹായിക്കാൻ ആരുമില്ല, പക്ഷെ ഞാൻ നിന്നെ സഹായിക്കാനുണ്ട്. നിന്റെ ദൃഷ്ടിയിൽ നിനക്കൊരു വഴിയില്ല, പക്ഷേ എൻ്റെ ദൃഷ്ടിയിൽ നിനക്ക് വഴിയുണ്ട്. നിന്നെ അംഗീകരിക്കാൻ ആരുമില്ല, പക്ഷെ നിന്നെ അംഗീകരിക്കാൻ ഞാനുണ്ട്. നീ പറയും എല്ലാം പരാജയമാ അപ്പ, എല്ലാം പരാജയമാ. പക്ഷെ കർത്താവ് പറയും, ഇനി നിനക്ക് പരാജയം ഇല്ല. നിന്റെ പരാജയത്തിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുക. എത്ര പേർക്ക് ഹൃദയത്തിൽ നിന്ന് ആമീൻ പറയാൻ പറ്റും? എല്ലാം ഫെയിലിയർ അപ്പ എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്ന പലതും സന്തോഷത്തിന് കാരണമാകുന്നില്ലല്ലോ. മനസ്സ് നിറഞ്ഞൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ചോറ് നല്ലതാണെങ്കിലും കല്ല് കടിക്കുമ്പോൾ അണപെരുക്കുന്നത് പോലല്ലേ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളും. എന്നാൽ നിന്റെ ഫെയിലിയറിൽ നിന്നെ കൈയൊഴിഞ്ഞു പോകുന്നവനല്ല എൻ്റെ കർത്താവ്. നിന്നോട് ചേർന്ന് നിന്ന്, നീ കടലിലാണ്, യേശു കരയിലാണ്. എന്നാൽ കരയിൽ നിന്ന് അവനൊരു വാക്ക് കൽപ്പിച്ചാൽ കടലിലായിരിക്കുന്ന നിന്റെ വലയിൽ വലിയവ തന്നെ വന്ന് കയറും. അവൻ കരയിൽ നിന്നാ മതി കുഞ്ഞേ. ഹല്ലേലൂയ. നിന്റെ വല നിറയാനുള്ള വഴി എൻ്റെ ദൈവത്തിൻ്റെ കൈകളിൽ. നാം ഇതുവരെ കേട്ടത് ശീമോന്റെ പരാജയത്തിന്റെ 2 രാത്രികൾ, വിജയത്തിന്റെ 2 പ്രഭാതങ്ങൾ. ഈ മെസ്സേജിന് മുമ്പാകെ നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഓ ഹല്ലേലൂയ. ഇത്രയും വലിയ പരാജയത്തിലൂടെ പോയ ശീമോനെ ഒരു കുറ്റവും യേശു പറഞ്ഞില്ല എന്നുള്ളതാണ് യേശുവിൻ്റെ പ്രത്യേകത. ഞാനും നിങ്ങളുമാണെങ്കിൽ 3.5 വർഷം ആത്മാർത്ഥതയോട് നിന്നിട്ട് തള്ളിപ്പറഞ്ഞ് പ്രാഗി പിരിഞ്ഞുപോയ ഒരുവനെ കുറിച്ച് എന്തെല്ലാം സങ്കടം പറയും. എൻ്റെ കർത്താവ് ഒരു ചെറിയ കുറ്റം പോലും പറഞ്ഞില്ല. സ്നേഹിക്കുന്നവന് കുറ്റം പറയാൻ പറ്റില്ല സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെട്ടപ്പോൾ അവൻ്റെ സകല സങ്കടവും സന്തോഷമായി മാറി. ഈ പിന്മാറ്റക്കാരായ ആളുകൾക്ക് കുളിരുന്ന ശരീരത്തിന് കനലും വിശന്ന ഫയറിന് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയാണ് യേശു കാത്തിരുന്നത് എന്നുള്ളത് അതിൻ്റെ മറുവശമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒളിമ്പിക്സിൽ തോറ്റവന് രാജ്യാന്തര പുരസ്കാരം ആരും കൊടുക്കത്തില്ലല്ലോ. ഇതുപോലെയാണ് യേശു പരാജയപ്പെട്ടവന് ഒരു പുരസ്കാരം കൊടുക്കുന്നത് പോലെ കർത്താവ് ബ്രേക്ക്ഫാസ്റ്റും ഒരുക്കി, കുളിരുന്ന ശരീരത്തിന് കനലുമൊരുക്കി. കർത്താവ് കാത്തിരിക്കുക. നിന്റെ ശരീരത്തിന്റെ അവസ്ഥ യേശുവിന് അറിയാം കേട്ടോ. നിന്റെ വിശപ്പിന് വേണ്ടെന്ന് യേശുവിന് അറിയാം. ജീവിതത്തിന്റെ ഏതാവശ്യങ്ങളെയും അടുത്തറിയുന്ന കർത്താവിനെ നാം രുചിപ്പാനിടയായിരുന്നു. തള്ളിപ്പറച്ചിലും പിന്മാറ്റങ്ങളും ഒക്കെ ഹൈലൈറ്റ് ചെയ്യാമായിരുന്നു യേശുവിന്. ഒന്നും ഹൈലൈറ്റ് ചെയ്തില്ല. ശീമോൻ പറയുന്ന, യേശുവെ നീ സകലതും അറിയുന്നു. യേശുവിൻ്റെ ഒറ്റ വാക്കാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. The purpose of the divine calling is to lead the sheep of Jesus. കർത്താവ് നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ്. ഓ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കർത്താവ് കണ്ടിട്ടുള്ളവരെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, നമ്മുടെ കയ്യിൽ ദൈവം തന്ന ആത്മാക്കളെ മേയ്ക്കുക എന്നുള്ളതാണ്. വചനം കേട്ട പ്രിയമുള്ളവരെ, കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി
ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ദൈവപ്രവൃത്തി കൊണ്ടുവരും എന്ന് എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ദൈവശബ്ദം സമൂലമായ മാറ്റങ്ങളും രൂപാന്തരവും ദൈവപ്രവൃത്തിയും കൊണ്ടുവരും എന്നുള്ളത് 101% ആണ്. ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഈ വചനങ്ങളാൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഈ ദൂതന്റെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ ചുരുക്കം വാക്കുകളിൽ ഫോൺ അടുത്ത് വെച്ച്, നിങ്ങളുടെ അടുത്ത് വെച്ച് പിടിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർ കൂടെ പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യാൻ കഴിയുള്ളൂ. ഒരു നിമിഷം നമ്മളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ്. ഗോഡ് ബ്ലെസ് യു.